അൻവർ ഷാ പാലോട് ഇന്നിപ്പോൾ തോമസ് ഐസക്കിന്റെ പ്രതികരണമാണ് നമ്മുടെ ചർച്ചയുടെ ആധാരം. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ പാർട്ടി നേതൃയോഗങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണല്ലോ. തെറ്റ് എങ്ങനെയാണ് തിരുത്തേണ്ടത്, പരാജയ കാരണങ്ങൾ പരിശോധിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കമിടുകയാണ്. ഇന്ന് തോമസ് ഐസക്കിന്റെ വാക്കുകളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? താങ്കൾ ആ പ്രതികരണം കണ്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അല്ല സ്മൃതി, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, 2019 ഈ പറയുന്ന രീതിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ LDF സർക്കാരും CPM ഒക്കെ തന്നെ അങ്ങ് എന്തോ അപജയം സംഭവിച്ചു. ഈ പറയുന്ന രീതിയിൽ എന്താണ് ബംഗാളും ത്രിപുരയും പോലെ തകരാൻ പോകുന്നു എന്നൊക്കെ ഉള്ളത് തന്നെയാണ് ഈ ജിൻഡോ ജോണും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ MN കാരശ്ശേരി മാഷൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ CPM-ന് തന്നെ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ കേരളത്തിൽ 20 സീറ്റ്, ആ 20 സീറ്റിൽ 19 കഴിഞ്ഞതിന് വിജയിച്ചത് UDF ആണ്. ഇത്തവണ UDF-ന് ഒരു സീറ്റ് നഷ്ടപ്പെട്ടു, 18 സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. അവരുടെ ഒരു സിറ്റിംഗ് സീറ്റിൽ BJP വിജയിച്ചു. LDF-ന് കഴിഞ്ഞതിനുണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടമായി മറ്റൊരു സീറ്റ് പിടിച്ചെടുത്തു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഈ പറയുന്ന രീതിയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു. മാവേലിക്കരയിൽ പ്രകടനം കാഴ്ചവെച്ചു. വിജയത്തോട് അടുത്തെത്തി. അപ്പോൾ ഈ രീതിയിൽ തന്നെ എന്താണ് LDF-ന് കൃത്യമായിട്ടുള്ള മത്സരമൊക്കെ നടത്താൻ കഴിഞ്ഞു. പിന്നെ തെരഞ്ഞെടുപ്പാകുമ്പോൾ നമുക്കറിയാം, ഈ 2019 കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റുക. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അതിന് ഏറ്റവും വില്ലിംഗ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രലിൽ അധികാരത്തിൽ വരാൻ കഴിയുന്ന കോൺഗ്രസ് ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ ഇത്തവണ ഇന്ത്യ മുന്നണിയിൽ ഈ പറയുന്ന രീതിയിൽ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആണെന്ന് അവർക്കറിയാം. അപ്പോൾ ആ രീതിയിൽ ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനും പറയുന്നു, ഈ പറയുന്ന രീതിയിൽ നമുക്ക് കേരളത്തിലുള്ള LDF സർക്കാരിനെ സംബന്ധിച്ച് സീറ്റ് നേടേണ്ടതാണ്. ഇനി ഒന്നോ അല്ലെങ്കിൽ ഒരു 5 സീറ്റ് വരെയൊക്കെ നേടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ പറയുന്ന മാവേലിക്കരയിലും അല്ലെങ്കിൽ ഈ പറയുന്ന ആറ്റിങ്ങലിലും അടക്കം വിജയത്തിലേക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴും പാർട്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പിറ്റേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന രീതിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റി നോക്കിയിട്ട് തിരുത്തലുകൾ വരുത്തും എന്നൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രിയും പിറ്റേന്ന് പറഞ്ഞത്. പാർട്ടിയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾ ഈ പറയുന്ന വലിയ ഫാസിസ്റ്റ് എന്നും അല്ലെങ്കിൽ ജിൻഡോ ജോണിന്റെ ഒക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ അവര് അധികാരത്തിൽ വന്ന ഹിമാചൽ പ്രദേശ് BJP പിടിച്ചെടുത്ത സീറ്റാ വാദങ്ങൾ ശരിയല്ല എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ജിൻഡോയ്ക്കൊക്കെ താങ്കൾക്ക് അതിലേക്കാണ് ആദ്യം പറയുന്നത്. തോമസ് ഐസക്കിന്റെ പ്രതികരണത്തോടാണ് ആദ്യം അറിയേണ്ടത്. അൻവർ ഷാ പാലോട് എവിടെ തിരുത്തുന്നു എന്ന് പറഞ്ഞു തുടങ്ങും. അതിലേക്ക് തന്നെയാണ് വരുന്നത്. അല്ല ആദ്യമേ ഈ എന്താണ് ജിൻഡോ ജോണും അല്ലെങ്കിൽ ഈ പറയുന്ന ജിൻഡോ ജോണിനെ മാത്രം പറയേണ്ടതേ. തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ ആവശ്യം വന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPI ഓരോ ജില്ലാ മേഖലയിൽ നിന്നും വരുന്ന പ്രതികരണങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ അത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അതിനെപ്പറ്റി CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അതിനെപ്പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലെ വിജയവും പരാജയവും നോക്കിയിട്ടാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് മുഖ്യമന്ത്രി മാറണം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ LDF-നെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള നിലപാട് തെരഞ്ഞെടുപ്പിന്റെ വിഷയങ്ങളിലുണ്ട്. ഏതൊരു കാര്യം വന്നു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള തിരുത്തലുകൾ ആവശ്യമായെടുത്ത് തോമസ് ഐസക് പറയുന്നത് യോജിക്കുന്നുണ്ടോ? അല്ല സ്മൃതി കോൺഗ്രസ്സുകാരിയായിട്ട് സ്മൃതി സംസാരിക്കും. താങ്കൾക്ക് ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഈ ശൈലി മാറ്റമാണ്. ഈ ശൈലി ഒന്ന് മാറ്റി പിടിക്കൂന്നേ അൻവർ ഷാ പാലോട്. നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉടനെ ഒരു കോൺഗ്രസിന്റെ ഇത് പതിച്ചു തരും. ഇല്ലില്ല, നിങ്ങൾക്ക് ഇത് സ്ഥിരമായിട്ടുള്ള രീതിയാണ്. ഞാൻ ഇത്ര നേരമായി ചോദിക്കുന്നു. തോമസ് ഐസക് പറയുന്ന ഒരു വരിക്കുള്ള മറുപടി ഉണ്ടോ? ഒരു വരിക്ക് ഞാൻ വായിക്കണോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM അനുഭാവികളായ ഒരു വിഭാഗം പാർട്ടിക്കെതിരായി വോട്ട് ചെയ്തിരിക്കുന്നു. അതെങ്ങനെ എന്ന് പരിശോധിക്കണം. പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുമ്പോഴും ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ ഒരു ചെവി പുറത്തേക്ക് കൊടുക്കണം. ഇന്ന് തോമസ് ഐസക് പറഞ്ഞ കാര്യമാണ്.
പാർട്ടി വോട്ട് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഏറ്റവും താഴെക്കിടയിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വരുമാനക്കാരായ തൊഴിലാളികളാണ്. ആ തൊഴിലാളികൾ എന്തുകൊണ്ട് മാറി ചിന്തിച്ചു അത് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ ചില പ്രയോഗങ്ങൾ, ചില പ്രതികരണങ്ങൾ, അമാന്യമായ പ്രതികരണങ്ങൾ, ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഇതാണെന്ന് തോമസ് ഐസക് പറഞ്ഞത്. അങ്ങനെ ഒരു പരിശോധനയിലേക്ക് പാർട്ടി ഒന്നാകെ കടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീ അൻവർ ഷാ പാലോട്, താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിലും നടത്തിയ ചർച്ചകളിൽ നിന്ന് അല്പം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. LDFന്റെ 11 ഇടങ്ങളിൽ അല്ലെങ്കിൽ CPMന്റെ ഇടത് ഇടങ്ങളിലാണ് 11 BJP ഒന്നാമതെത്തിയത്. ഈഴവ വോട്ട്, നിങ്ങൾക്ക് കിട്ടിയിരുന്ന ഈഴവ വോട്ടിന്റെ 33% അതാ BJPയിലേക്ക് പോയിരിക്കുന്നു. മണ്ണൊലിച്ചു പോകുന്നത് പാർട്ടിയിൽ ചിലരെങ്കിലും അറിയുന്നുണ്ട്. താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് പറയാമോ? അല്ല സ്മൃതി, ഞാൻ ഇപ്പോൾ സ്മൃതി ഇത്രയും കാര്യം സംസാരിച്ചു. ഞാൻ സംസാരിക്കുമ്പോൾ സ്മൃതി ഇടപെടരുത്. നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയാസിലോ വാട്സപ്പിലോ ഒക്കെ വരുന്ന എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സൈബർ പോരാളികളോ അല്ലെങ്കിൽ BJPയുടെ സൈബർ പോരാളികളൊക്കെ പ്രചരിപ്പിക്കുന്ന സാധനം എടുത്ത് സംസാരിക്കുന്നല്ലോ. നമുക്കറിയാം താങ്കൾ ഇങ്ങനെ പ്രതികരിക്കരുത്. കുറച്ചുകൂടി പക്വമായി സമീപിക്കൂ കാര്യങ്ങളെ. അല്ല, ഞാൻ അങ്ങനെയല്ല പ്രതികരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആദ്യമേ ഇരുന്ന് നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞത്? നിങ്ങൾ അപ്പോഴൊന്നും മിണ്ടിയിട്ടില്ലല്ലോ. കോൺഗ്രസിന്റെ ജിൻഡോ ജോൺ സംസാരിക്കുമ്പോഴും ഞാൻ നിങ്ങളോട് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഞാനൊന്ന് പറയട്ടെ. അല്ലല്ല സ്മൃതി ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിച്ചത് BJP അവർക്ക് 400 സീറ്റ് കിട്ടും. കേന്ദ്രത്തിൽ ഇവിടെ BJP വിജയിച്ചാൽ, ആറ്റിങ്ങലിൽ മുരളീധരൻ ജയിച്ചാൽ അവർക്കൊരു കേന്ദ്രമന്ത്രി, തിരുവനന്തപുരത്ത് ജയിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രി. അപ്പോൾ അവർ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പോലെയല്ല ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യുന്നത്. പഞ്ചായത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പോലെയല്ല ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യുന്നത്. വോട്ടിംഗ് പാറ്റേണിൽ കൃത്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. ആ വോട്ടിംഗ് പാറ്റേൺ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ 2019 ഈ പറയുന്ന LDFന് കിട്ടിയ വോട്ടിംഗ് പെർസെന്റേജ് എത്രയാ? ആ വോട്ടിംഗ് പെർസെന്റേജ് 1% മറ്റുമാണ് കുറവ് വന്നിട്ടുള്ളത്. CPMനെ സംബന്ധിച്ച് 0.5% കുറവ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. കേന്ദ്രത്തിൽ ആരാണോ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത് അവർക്കാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുക. അത് ഇന്ത്യയിലെ ഒട്ടുമിക്കുള്ള സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഏകപക്ഷീയമായിട്ട് എവിടെയും ഇപ്പൊ കോൺഗ്രസ് മത്സരിച്ച സ്ഥലങ്ങളിലുണ്ടല്ലോ, അവിടെ പല സ്ഥലങ്ങളിലും ഏകപക്ഷീയമായിട്ടാണ് വോട്ടിംഗ് നടന്നത്. മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായിട്ടുള്ള ഇന്ത്യ മുന്നണി വരുമോ അതോ NDA മുന്നണി വരുമോ? അപ്പൊ കേരളത്തിൽ ഇന്ത്യ മുന്നണിയിൽ നമുക്കറിയാം കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള പാർട്ടി. സ്വാഭാവികമായിട്ട് അവർക്ക് സീറ്റ് ഉണ്ടാവും. ഇനി കേന്ദ്രത്തിൽ 400 സീറ്റിലധികം നേടി അധികാരത്തിൽ വരുമെന്ന് പറയുന്ന BJP ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന ആലപ്പുഴയിലടക്കം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ആറ്റിങ്ങലില് നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു കാൻഡിഡേറ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ ആറ്റിങ്ങൽ മണ്ഡലത്തിലടക്കം ഞാൻ ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ള ഒരു വോട്ടറാണ്. ഈ എക്സിറ്റ് പോളിൽ 28% നേടുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ 18-19% മാത്രമാണ് NDAയുടെ വോട്ട് പെർസെന്റേജ്. നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു വലിയ രീതിയിലുള്ള ഒരു വിജയമൊന്നും ഞാൻ ചോദിക്കുന്നു. ആറ്റിങ്ങൽ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ മുരളീധരൻ 1ാം സ്ഥാനമായിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ BJPക്ക് വിജയിക്കാൻ കഴിയോ? ഈ പറയുന്ന 111 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് 1ാം സ്ഥാനത്താണ്. ഈ കണ്ണൂരിലടക്കം കോഴിക്കോടിലെ പല മണ്ഡലങ്ങളിലടക്കം ഈ മണ്ഡലങ്ങളിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കോ? UDF ജയിക്കോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് കഴിഞ്ഞതിന് 121 മണ്ഡലങ്ങളായിരുന്നു ഈ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ട് തുറന്ന കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം ചർച്ച ചെയ്യുമ്പോൾ പാർട്ടി തന്നെ നേതൃയോഗങ്ങൾ തുടങ്ങി കഴിഞ്ഞ സാഹചര്യത്തിൽ തോമസ് ഐസക് പറഞ്ഞിരിക്കുന്ന തുറന്നു പറച്ചിൽ എന്താണ് താങ്കളുടെ പ്രതികരണം എന്നതാണ് ചോദ്യം. വീണ്ടും പഴയ ചർച്ചയിലേക്ക് പോകല്ലേ പ്ലീസ്. ഇല്ല, പഴയ ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത്. പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. പാർട്ടിക്ക് വോട്ട് നഷ്ടപ്പെട്ടത് എവിടെയെന്ന്
പാർട്ടി കൃത്യമായി പഠിക്കും. 2019 ശബരിമല വിഷയമടക്കമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഇത്തവണ ശബരിമല വിഷയം പോലും ഇല്ല. വിധേയമായി കൃത്യമായിട്ടുള്ള ശബരിമല വിഷയം പോലും ഇല്ല. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. സ്മൃതി ഞാനുമായിട്ടല്ലല്ലോ ചർച്ച. സ്മൃതി അവതാരക മാത്രമല്ലേ, കോർഡിനേറ്റ് ചെയ്യുക മാത്രമല്ലേ ചെയ്യുന്ന. അല്ല, സ്മൃതിയും ഞാനുമായിട്ട് ഡിബേറ്റ് ചെയ്തിട്ട് നമ്മൾ നാളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഇത് കേട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഒരു പക്ഷത്തിന് വേണ്ടി സംസാരിക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പൊ സ്മൃതിയും ഞാനുമായിട്ട് ചർച്ച നടന്നു കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് കോൺഗ്രസും CPM തമ്മിലുള്ള ചർച്ചയായി പോകും സ്മൃതി. അതുകൊണ്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ, ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം അവരോട് ബാക്കിയുള്ളവരിലേക്ക് പോകൂ. ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള തിരുത്തലുകൾ പാർട്ടി വിധേയമാകും. അത് ഡോക്ടർ സഖാക്കന്മാരായി കഴിഞ്ഞാലും ഒരു റിസൾട്ട് 2024 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ ഈ രാജ്യത്തുള്ള തെരഞ്ഞെടുപ്പ്. ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. Debate with Smriti Parithikad.